ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് 1/2 ലിറ്റർ പാലിലാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോഴേ ഐസ്ക്രീം സെറ്റായി വരുമ്പോൾ നല്ല മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ അങ്ങനെ പറ്റി പിടിച്ചതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നിങ്ങനെ നമ്മൾ ഇളക്കണ ആ ഒരു തവിയുണ്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് കൊടുക്കുക. അപ്പോഴേ ഐസ്ക്രീം നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ പാലൊക്കെ തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് നോക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. നമ്മൾ കേക്കിനൊക്കെ ക്രീം സ്റ്റിഫാക്കി എടുക്കണ പോലെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. ഒരു 2 മിനിറ്റോളം അടിച്ചെടുത്താൽ തന്നെ ഇതുപോലെ ആയി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ആ പാല് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു മിക്സ് നല്ല കട്ടിയായിരുന്നിട്ടുണ്ട്. അതുപോലെയാണ് നമുക്കിതിലേക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് കറക്റ്റ് ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടും. ഇനി പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 മിനിറ്റോളം നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ ഈ ഒരു ക്രീമി പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. 1 മിനിറ്റോളം നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇനി ഞാൻ ഐസ്ക്രീം ഒഴിച്ചേക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ക്ലീൻ ആയിരിക്കണം ബൗള്. ഇനി നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിലേക്ക് വെള്ളമൊന്നും വീഴൂല. ഇതെന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം വീണിട്ട് കറക്റ്റായിട്ട് കിട്ടൂല. ഇനി നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇത് ഏകദേശം ഒരു 8 മണിക്കൂറോളം തന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കണം. നമ്മൾ വൈകുന്നേരം ചെയ്തെടുക്കുക. അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടിക്കോളും. ഇനി നിങ്ങളിത് പകല ചെയ്തെടുക്കണമെങ്കിൽ ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ഫ്രീസറൊന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ അത് 8 മണിക്കൂർ നേരം കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുള്ള ടൂളൊന്നുമില്ല. അപ്പോൾ സാധാ ഒരു തവി വെച്ചിട്ട് തന്നെ നമ്മളിതാ ചെയ്തെടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഐസ്ക്രീമിന്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ പോലെയല്ല, കുട്ടികൾക്ക് നമുക്കിത് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.